അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, ഇക്കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുത്തിരുന്ന എൻ്റെ ഒരു കുടുംബ സുഹൃത്ത് തിരുവനന്തപുരത്ത് പേട്ട ജുമാ മസ്ജിദ് എന്ന് പറയും, അവിടെ അസ്ർ നമസ്കാരത്തിന് വേണ്ടി ആ സഹോദരൻ ഒളു എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ഒളു എടുക്കുന്ന സ്ഥലത്ത് നിന്നും ഒന്ന് കൈ കുത്തി എണീക്കുമ്പോൾ ആ സഹോദരന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് അവിടെ ഇരുന്നു പോയ ഒരു സ്ട്രോക്ക് പോലെ ആയ സഹോദരനെ തൊട്ടടുത്ത് ഒളു ചെയ്തിരുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തെ ഒന്ന് താങ്ങി പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് അദ്ദേഹം മറിഞ്ഞു വീണു. പള്ളിയിൽ കൂടിയ ആൾക്കാരെല്ലാവരും കൂടെ തൊട്ടടുത്ത റെയിൽവേയുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വച്ച് ഒരുപാട് നന്മകളിൽ പങ്കാളികളായ, നന്മകളിൽ സജീവമായിരിക്കുന്ന, അറിഞ്ഞുകൊണ്ട് ഒരു വഖത്ത് നമസ്കാരത്തിൻ്റെയും ജമാഅത്ത് നഷ്ടപ്പെടുത്താത്ത ആ സഹോദരൻ പടച്ച റബ്ബിലേക്ക്, അള്ളാഹുവിലേക്ക് യാത്രയായി. ഇത്തരം ഓരോ മരണങ്ങളും നമ്മെ ചിന്തിപ്പിക്കുന്നത്, ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് സഫിൽ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ റസൂൽ ആ സ്വഹാബത്തിനോട് പറയും, അയ്യുഹസ് സ്വഹാബ, അല്ലയോ എൻ്റെ അനുചരന്മാരെ, സൊല്ലി സ്വലാത്ത മുവദ്ദിഇൻ, ഇപ്പോൾ നിങ്ങൾ നമസ്കരിക്കാൻ പോകുന്ന ഈ നമസ്കാരമുണ്ടല്ലോ, ഇത് നിങ്ങളുടെ വിടവാങ്ങലിൻ്റെ നമസ്കാരമാണ്. സ്വലാത്ത മൻ ലാ യളുന്നു അന്നഹു യർജിഉ ഇലൈഹ അബദ. നിങ്ങൾ ഈ നമസ്കരിക്കുന്നത് കൊണ്ട് നിങ്ങൾ കരുതേണ്ടത്, സ്വലാത്ത മൻ ലാ യളുന്നു അന്നഹു യർജിഉ ഇലൈഹി അബദ, എൻ്റെ ഈ ഇശാ നമസ്കാരം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ സുബഹി നമസ്കാരത്തിനുണ്ടാവുകയില്ല. രാത്രി ഉറക്കത്തിനിടയിൽ തൊട്ടടുത്ത ഭാര്യയെ ഒന്ന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടെന്ന് വിളിച്ചു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നാം ഒരുപക്ഷെ യാത്രയായേക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മരണം എപ്പോഴാണെന്ന് അറിയാൻ കഴിയില്ല സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്, വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. വമാ തദ്രി നഫ്സുൻ, ഒരൊറ്റ മനുഷ്യനും അറിയുകയില്ല, ബിഅയ്യി അർളിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ വെച്ചാണ്, എവിടെ വെച്ചാണ്, ഏത് സന്ദർഭത്തിലാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നതെന്ന് നമ്മൾ അറിയുകയില്ല. മരണത്തെക്കുറിച്ചുള്ള ഒരു ബോധവും, ഓരോ മനുഷ്യരെയും ഖബറടക്കം ചെയ്യുമ്പോൾ ഓരോ പലകകളും വെച്ചിട്ട് അതിൻ്റെ അവസാനത്തെ പലക വെക്കുമ്പോൾ നാം ആ ഖബറിലേക്കൊന്ന് കണ്ണോടിക്കണം. അതിൻ്റെ ഉള്ളിൽ ഒരു ഇരുളാണ്. അവസാനത്തെ പലകയും വെക്കുന്നതോടുകൂടി ആ ഖബറ് പൂർണ്ണമായും ഇരുളടയുകയാണ്. നാം ചിന്തിക്കേണ്ടത്, ആ ഇരുളടഞ്ഞ ഖബറിൽ നമ്മുടെ നന്മകൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ പടച്ച റബ്ബിൻ്റെ പ്രീതിക്കും അവൻ്റെ പൊരുത്തത്തിനും വേണ്ടിയിട്ടാണെങ്കിൽ, ആരാരുമില്ലാത്ത, ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും കൂട്ടുകാരും ആരുമില്ലാത്ത ഏകാന്തതയുടെ ആ ജീവിതത്തിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ നമുക്ക് ബാക്കിയാകും, നമുക്ക് തണലാകും. അങ്ങനെ തണലാകുന്ന എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ നമ്മുടെ കൈവശമുണ്ടോ എന്നാണ്
ഓരോ മരണവാർത്തകളും കേൾക്കുമ്പോൾ, ഓരോ മരണവാർത്തകളും വാട്സാപ്പിലൂടെ വാർത്താമാധ്യമങ്ങളിലൂടെ നാം കേൾക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, നാം പത്രം വായിക്കുമ്പോൾ മരണക്കോളത്തിൻ്റെ ആ ഫോട്ടോയിൽ നാം നോക്കും, നമുക്ക് പരിചിതരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന്. ഇന്നലെ വരെ ഓടി നടന്നിരുന്നവർ, കല്യാണത്തിനും അതുപോലെ സൽക്കാരങ്ങളിലും പല കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടന്നിരുന്നവർ, നിരന്തരം ഫോൺ കോളുകൾ റിങ് ചെയ്തിരുന്നവർ എല്ലാം നിശബ്ദമായി, നിശബ്ദതയുടെ ഒരു ലോകത്തേക്ക് നാം യാത്ര പോകുന്നു. ആ യാത്ര പോകുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയത്തിൽ ഈ ലോകത്തിൻ്റെ നാഥൻ അല്ലാഹുവാണ് എന്നും, മരണാനന്തരം ഒരു ലോകമുണ്ടെന്നും, നാളെ പരലോകത്ത് നാം ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും റബ്ബ് അവിടെ സവിസ്തരം വിചാരണ ചെയ്യുന്ന ഒരു വിചാരണയുടെ നാളുണ്ട് എന്ന് ഒരു ഊഹമല്ല പ്രിയമുള്ളവരെ. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ ഉണ്ടാകേണ്ടത് ദൃഢമായ ബോധ്യമാണ്. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, എൻ്റെ അടിമകൾ അവർ ഉറപ്പായ അല്ലാഹുവുണ്ടെന്നും, മരണാനന്തരം ഒരു ലോകമുണ്ടെന്നും, പരലോകമുണ്ടെന്നും, സ്വർഗം സ്വപ്നമല്ല എന്നും, നരകമൊരു ഊഹമല്ല എന്നും, ഇതൊക്കെയും സത്യമാണെന്നും ഓരോ പ്രഭാതത്തിലും അല്ലാഹുവിൻ്റെ റസൂല് അവിടുത്തെ കരങ്ങൾ നെഞ്ചകത്തേക്ക് വെച്ചുകൊണ്ട് റളീതു ബില്ലാഹി റബ്ബ, എൻ്റെ റബ്ബ് അല്ലാഹുവാണെന്ന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിൻ്റെ മതമാണെന്ന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ പ്രവാചകനാണെന്ന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ ദൃഢമായ വിശ്വാസത്തോടെ, നിറഞ്ഞ സൽക്കർമ്മങ്ങളോടെ, ഒരാളുടെയും മനസ്സിൽ പ്രയാസങ്ങളും വേദനകളും സൃഷ്ടിക്കാതെ, നന്മകളുടെ പ്രതീകമായി ഈ ലോകത്തു നിന്ന് വിടവാങ്ങുമ്പോൾ റബ്ബിൻ്റെ പ്രീതിയിലായി, പടച്ച റബ്ബിൻ്റെ പൊരുത്തത്തിലായി പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്തു നിന്ന് ഈമാനോടുകൂടി യാത്രയാകുവാൻ നാളെ പരലോകത്ത് വിജയികളുടെ ലിസ്റ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.